Hello students, in my last video we have learned the one type of crystal defect, that is a stoichiometric defect. Today I am going to discuss the second type of crystal defect, that is a non-stoichiometric defect. Okay, non-stoichiometric defect changes the stoichiometry or composition of the crystal, and the non-stoichiometric defects are of two types. The first one is metal excess defect and second one is metal deficiency defect. Okay, then what is meant by metal excess defect? Please listen. Metal excess defect arises due to anion vacancies or due to the excess of cation. Okay, metal excess defect arises either due to anion vacancies or due to excess cation. Then the first type, metal excess defect due to anion vacancies. Here a negative ion, that means anion, is missing from the lattice site and leaving a hole which will be occupied by excess electron to maintain the electrical neutrality. Okay, അപ്പോൾ ഇവിടെ ഒരു ലാറ്റിസ് സൈറ്റിൽ നിന്നും, ഓക്കെ, ഇവിടെ ഇപ്പോൾ ബി മൈനസ് അല്ലേ ആനിയോൺ, ഈ ലാറ്റിസ് സൈറ്റിൽ നിന്നും നെഗറ്റീവ് അയോൺ ആനിയോൺസ് മിസ് ചെയ്യപ്പെടുന്നു. അങ്ങനെ ഇവിടെ ഒരു ഹോൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി, ഓക്കെ, യെസ്, ഈ ഹോളിൽ ഒരു എക്സ്ട്രാ ഇലക്ട്രോൺ, ഒരു എക്സസ് ഇലക്ട്രോൺ സ്ഥാനം പിടിക്കുന്നു. ഓക്കെ, അങ്ങനെ ഉണ്ടാകുന്ന യെസ് മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ആണിത്. ഓക്കെ, ഇറ്റ് ഇസ് ഡ്യൂ ടു ദ ആനയോൺ വേക്കൻസീസ്. ഓക്കെ, ദെൻ പ്ലീസ് ലിസൺ. വെൻ ആൽക്കലി മെറ്റൽ ഹാലൈഡ് ഈസ് heated in an atmosphere of metal vapors, metal atom deposits on the surface of the metal halide crystal. Then the halide ion is moved to the surface and combines with that metal ion. The electrons released may occupy the anion vacancies and are called F centers. ഓക്കെ, അപ്പോൾ ഇവിടെ എഫ് സെൻറ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. എഫ് സെൻറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇവിടെ എഫ് സെൻറ്റർ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഒരു മെറ്റൽ ഹാലൈഡിനെ, ഫോർ എക്സാമ്പിൾ സോഡിയം ക്ലോറൈഡ് ഈസ് എ മെറ്റൽ ഹാലൈഡ്. ഓക്കെ, സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റൽ, ഇതിനെ ഞാൻ ഹീറ്റ് ചെയ്തു. ഓക്കെ, സോഡിയം ക്ലോറൈഡ് ഈസ് ഹീറ്റഡ് വിത്ത് an atmosphere of metal vapors, that is sodium vapors. Then sodium atom, അവിടെ ഉണ്ടാകുന്ന എക്സസ് സോഡിയം ആറ്റം, ഇപ്പോൾ സോഡിയം ക്ലോറൈഡിനെ ഞാൻ കൂടുതൽ എക്സസ് സോഡിയം വേപ്പറിൻ്റെ പ്രൊസസ്സിൽ ഹീറ്റ് ചെയ്തപ്പോൾ ഈ ക്രിസ്റ്റലിൻ്റെ സർഫസ്, ക്രിസ്റ്റലിൻ്റെ സർഫസിൽ, ഓക്കെ, സോഡിയം ആറ്റം, സോഡിയം ഡിപ്പോസിറ്റ് ചെയ്യപ്പെടുന്നു. ഓക്കെ, ദെൻ ഹാലൈഡ് അയോൺ, ഈ ലാറ്റിസ് പോയിന്റിൽ നിന്നും ഹാലൈഡ് അയോൺ മീൻസ് Cl മൈനസ് അയോൺ എന്ത് ചെയ്യുന്നു, മെറ്റൽ സർഫസിലേക്ക് മൂവ് ചെയ്യപ്പെടുന്നു. ഓക്കെ, അങ്ങനെ ആ ഹാലൈഡ് അയോണുമായിട്ട് ആ സർഫസിലുള്ള ആ മെറ്റൽ അയോൺ കമ്പൈൻ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ അവിടെ റിലീസ് ചെയ്യുന്ന ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു, ഈ വേക്കൻറ്റ് സ്പേസിൽ ആനിയോൺ വേക്കൻസി ഒക്യുപ്പൈ ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ ഉണ്ടാകുന്ന സെൻറ്റേഴ്സിനെയാണ്
എഫ് സെൻറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ സർഫസിലുള്ള ഈ സോഡിയവുമായിട്ട് സർഫസിൽ ഡിപ്പോസിറ്റ് ചെയ്ത സോഡിയവുമായിട്ട് ഇവിടെ നിന്ന് ലാറ്റിസ് സൈറ്റിൽ നിന്ന് ലീവ് ചെയ്ത Cl മൈനസ് കമ്പൈൻ ചെയ്യുന്നു. അങ്ങനെ ഇവിടെ ലാറ്റിസ് സൈറ്റ് എന്താണ് ആനയോൺ വേക്കൻസി ഉണ്ടാകുന്നു. അപ്പോൾ ഈ ആനയോണിനെ അവിടെ റിലീസ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോൺസിനെ ട്രാപ്പ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന സെൻറ്റേഴ്സിനെയാണ് എഫ് സെൻറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, എഫ് എന്ന ഫാർബ് എന്നാണ് മീനിങ്. ഫാർബ് ഒരു ജർമ്മൻ വേർഡാണ്. അതിൻ്റെ മീനിങ് എന്ന കളർ ആണ് എന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, അപ്പോൾ എഫ് സെൻറ്റേഴ്സ് ഇമ്പാർട്ട് കളർ ടു ദ ക്രിസ്റ്റൽ. ഓക്കെ, ഒരു ക്രിസ്റ്റലിന് കളറിനുള്ള കാരണം ഈ എഫ് സെൻറ്റേഴ്സ് ആണ്. ദ കളർ റിസൾട്ട്സ് ബൈ ദ excitation of this electron when they absorb energy from visible light falling on the crystal. അപ്പോൾ ക്രിസ്റ്റലിൻ്റെ മുകളിൽ പതിക്കുന്ന ലൈറ്റിനെ ഈ ഇലക്ട്രോൺസ് എഫ് സെൻറ്ററിലുള്ള ഇലക്ട്രോൺസ് അബ്സോർബ് ചെയ്യുന്നു. അങ്ങനെ അവിടെ ഇലക്ട്രോൺസിൻ്റെ എക്സൈറ്റേഷൻ ഉണ്ടാകുന്നു. ഇതാണ് കളറിനുള്ള കാരണം. ഓക്കെ, എക്സാമ്പിൾ, when excess potassium in potassium chloride crystal makes it violet in color. അതുപോലെ excess sodium in sodium chloride crystal makes it yellow in color. Yes. Then അടുത്തത് നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് എങ്ങനെയും ഉണ്ടാകാം? ഡ്യൂ ടു എക്സസ് കാറ്റയോൺ. നോക്കുക, ഇവിടെ എക്സ്ട്രാ പോസിറ്റീവ് അയോൺ, ഓക്കെ, ഒരു കാറ്റയോൺ extra positive ion, occupy one interstitial site. Okay, then and to maintain the electrical neutrality, electron will be present in other interstitial site. Okay, അപ്പോൾ ഒരു എക്സ്ട്രാ പോസിറ്റീവ് അയോൺ, ഒരു എക്സ്ട്രാ കാറ്റയോണിനെ ഒരു ഇൻഡസ്ട്രീഷ്യൽ സൈറ്റ് ഒക്യുപ്പൈ ചെയ്യുന്നു. അപ്പോൾ അവിടെ ഒരു ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി വേറൊരു ഇൻഡസ്ട്രീഷ്യൽ സൈറ്റ് ഒരു ഇലക്ട്രോൺസും ഒക്യുപ്പൈ ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു എക്സസ് കാറ്റയോൺ ഉണ്ടായി. അങ്ങനെയുണ്ടായ മെറ്റൽ എക്സസ് ഡിഫക്റ്റാണിത്. ഓക്കെ, നെക്സ്റ്റ് ടൈപ്പ് നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ്, ദാറ്റ് ഈസ് metal deficiency defect. Okay, metal deficiency defect either due to cation vacancy or due to the presence of extra interstitial anion. Please listen, the first one, due to cation vacancy. Here a positive ion, please listen, here A plus is missing from its lattice position. Okay, and the extra negative charge thus created is balanced by the adjacent metal ion which attains one additional positive charge. അപ്പോൾ ഈ മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഒരു ലാറ്റിസ് പൊസിഷനിൽ നിന്നും ഒരു പോസിറ്റീവ് അയോൺ മിസ് ചെയ്യപ്പെടുന്നു. അങ്ങനെ ഈ ക്രിസ്റ്റലിൽ ഒരു നെഗറ്റീവ് ചാർജ്, ഒരു എക്സ്ട്രാ നെഗറ്റീവ് ചാർജ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഇങ്ങനെ ഉണ്ടാകുന്ന എക്സ്ട്രാ നെഗറ്റീവ് ചാർജിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി തൊട്ടടുത്ത മെറ്റൽ അയോൺ ഒരു അഡീഷണൽ പോസിറ്റീവ് ചാർജ് ഗെയിൻ ചെയ്തു. കണ്ടില്ലേ, ഇവിടെ എ പ്ലസിന് പകരം നമ്മൾ എന്ത് കണ്ടു? A2+ കണ്ടു. അങ്ങനെ അവർ ഇലക്ട്രിക്കൽ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്തു എന്ന് പറയാം. നെക്സ്റ്റ്, ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് എക്സ്ട്രാ ഇൻഡസ്ട്രീഷ്യൽ ആനയോൺ. നെക്സ്റ്റ്, ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് an extra interstitial anion. Okay, then here an extra negative ion, an extra anion occupy one interstitial site, and the extra negative charge thus created is balanced by the adjacent metal ion. Okay, metal ion possessing an additional positive charge. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ.
അപ്പോൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രീഷ്യൽ പോയിട്ട് ഒരു അഡീഷണൽ എക്സ്ട്രാ നെഗറ്റീവ് അയോൺ ഓക്യുപ്പൈ ചെയ്തു. അങ്ങനെ അവിടെ എന്തുണ്ടായി? എന്താണ് ഇവിടെ ആനിയോൺ എക്സസ് ആയി, മീൻസ് കാറ്റയോൺസ് മീൻസ് മെറ്റൽ അയോൺ ഡെഫിഷ്യൻ്റ് ആയി. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇവിടെ ഉണ്ടാകുന്ന എക്സ്ട്രാ നെഗറ്റീവ് ചാർജിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി തൊട്ടടുത്ത മെറ്റൽ അയോൺ, അതായത് കാറ്റയോൺ, ഒരു അഡീഷണൽ പോസിറ്റീവ് ചാർജ് അറ്റൈൻ ചെയ്യുന്നു. ഓക്കെ, യെസ്. ഓക്കെ, അപ്പോൾ ഞാൻ കഴിഞ്ഞ 2 വീഡിയോസിലായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തത് ആറ്റോമിക് ഇംപെർഫെക്ഷനെ കുറിച്ചാണ്. ഓക്കെ സ്റ്റുഡൻസ്, ഗുഡ് ബൈ, സ്റ്റഡി.